നമസ്കാരം. ആസ്ട്രോവാസ്തുവിലേക്ക് സ്വാഗതം. 2025 ഫെബ്രുവരി മാസത്തിൽ മേടൻ രാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലം എങ്ങനെയെന്ന് പരിശോധിക്കാം. ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം. ഗുരു ഇടവൻ രാശിയിൽ, കുജൻ 2025 ജനുവരി 21 മിഥുനൻ രാശിയിലേക്ക് വക്രാവസ്ഥയിൽ രാശി മാറി. ബുധൻ ജനുവരി 24 മകരൻ രാശിയിലേക്ക് രാശി മാറി. ഫെബ്രുവരി 11 കുംഭൻ രാശിയിലേക്ക് രാശിമാറ്റം നടത്തും. സൂര്യൻ നിലവിൽ മകരൻ രാശിയിൽ. ഫെബ്രുവരി 12 രാത്രി കുംഭൻ രാശിയിലേക്ക് സംക്രമിക്കും. ശനി കുംഭത്തിൽ, ശുക്രൻ ഉച്ചരാശിയായ മീനത്തിൽ, സർപ്പൻ മീനത്തിലും കേതു കന്നിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചാണ് ഞാൻ ഫലം പറയുന്നത്. മേടൻ രാശി, അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടൻ രാശി. സൂര്യൻ മേടൻ രാശിയുടെ 5-ാം ഭാവാധിപനാണ്. ഫെബ്രുവരി മാസത്തിൽ മേടൻ രാശിയുടെ 10ഉം 11ഉം ഭാവങ്ങളിലൂടെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. കർമ്മലാഭസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സൂര്യൻ നല്ല ഫലങ്ങളാണ് നൽകുന്നത്. 10ഉം 11ഉം ഭാവങ്ങളിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ബുധനോട് യോഗം ചെയ്ത് നിപുണയോഗം നിർമ്മിക്കുന്നു. ഇത് കർമ്മരംഗത്ത് പ്രതീക്ഷിക്കുന്ന ഉയർച്ചയുണ്ടാക്കും. പ്രൊഫഷണൽസിന് വൻപിച്ച നേട്ടങ്ങളുണ്ടാകും. തൊഴിലിൽ ഉയർച്ചയും അധികാരികളിൽ നിന്ന് പ്രശംസയും ലഭിക്കും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഇൻ്റർവ്യൂകളിൽ വൻപിച്ച വിജയമുണ്ടാകും. കൂടാതെ ആരോഗ്യവും ധനവരവും ബന്ധുക്കളുടെ സഹകരണവും അഭീഷ്ടലാഭവും സൂര്യൻ നൽകും. മാസത്തിൻ്റെ 2ാം പകുതിയിൽ 11ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന സൂര്യൻ തൊഴിലിൽ അഭിവൃദ്ധിയും വരുമാനവും കൂട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷേ സൂര്യൻ ശനിയുമായി യോഗം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തൊഴിൽ സ്ഥലത്ത് സഹപ്രവർത്തകരോട് കുറച്ച് ശ്രദ്ധയോടെ പെരുമാറണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകരുത്. തൊഴിൽ സ്ഥലത്ത് കാര്യങ്ങൾ സത്യസന്ധമായി മാത്രമേ ചെയ്യാവൂ. 7ാം ഭാവാധിപൻ 12ൽ ഉച്ചനാണ്. പങ്കാളിക്ക് വിദേശത്ത് ജോലി ലഭിക്കാൻ അവസരമുണ്ടാകും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സമയം മെച്ചമാണ്. ശുക്രൻ രാഹുവിനോട് യോഗം ചെയ്താണ് നിൽക്കുന്നത്. ദമ്പതികൾക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ വിവാഹ ആലോചനകൾ നടത്തുന്നവർ ശ്രദ്ധിക്കണം. ധാരാളം നല്ല ആലോചനകൾ വരും. എന്നാൽ പങ്കാളിയുടെ സ്വഭാവത്തെപ്പറ്റി നല്ലതുപോലെ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ വിവാഹം ഉറപ്പിക്കാവൂ. ബിസിനസ്സുകാർക്ക് നല്ല പുരോഗതിയായിരിക്കും. വിദേശത്ത് ബിസിനസ് തുടങ്ങാൻ പറ്റിയ സമയമാണ്. പക്ഷേ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ശ്രദ്ധിക്കണം. ചതി പറ്റരുത്. അധിക ചിലവുകളും ഉണ്ടാകാം. 5ാം ഭാവാധിപനായ സൂര്യൻ 10ഉം 11ഉം ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ബുധനോട് യോഗം ചെയ്ത് ബലവാനായിട്ടാണ് സൂര്യൻ നിൽക്കുന്നത്. ഇത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെ അനുകൂലത നൽകും. കുട്ടികൾക്ക് ബുദ്ധിയും കഴിവും കൂടും. മത്സര പരീക്ഷകളിൽ വൻ വിജയം ലഭിക്കും. പ്രണയിക്കുന്നവർക്ക് സമയം നല്ലതാണ്. ഈ സമയത്തെ പ്രണയചിന്ത കൂടുതലായി ഉണ്ടാകുന്ന സമയമാണ്. മാസത്തിൻ്റെ 2ാം പകുതിയിൽ സൂര്യൻ തൻ്റെ സ്വന്തം രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഈ സമയത്തെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എല്ലാം നടക്കും. 2ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുരു നാനാതരത്തിലുള്ള സുഖങ്ങളും ധനാഭിവൃദ്ധിയും ശത്രുനാശവും പുത്രസുഖവും തൊഴിലിൽ ഉയർച്ചയും ദാനധർമ്മ അഭിരുചിയും നൽകുന്നു. ഗുരു 12ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനുമായി പരിവർത്തന യോഗം ചെയ്താണ് നിൽക്കുന്നത്. ഇത് മഹാഭാഗ്യയോഗമാണ്. ഇത് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വാഹനം, വീട് എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും. നിക്ഷേപങ്ങൾ തുടങ്ങാനും കടം വീട്ടാനും കഴിയും. ജനുവരി 21 ജന്മരാശ്യാധിപനായ കുജൻ വക്രാവസ്ഥയിൽ മിഥുനൻ രാശിയിലേക്ക് സഞ്ചരിക്കും. 3ൽ സഞ്ചരിക്കുന്ന കുജൻ ധനലാഭവും ശത്രുക്കളുടെ നാശവും സുഖവും ആഭരണ വസ്ത്രാദി ലാഭവും തരുന്നു. കുജൻ 72 ദിവസം മിഥുനൻ രാശിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഈ ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. 5ലെ കേതുവിനെ ഗുരു വീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് കേതുവിന് ദോഷഫലങ്ങൾ ഒന്നും നൽകാൻ കഴിയുകയില്ല. ശനി 11ലാണ് സ്ഥിതി ചെയ്യുന്നത്. അഭീഷ്ടസിദ്ധിയുടെ ഭാവമായ 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി രോഗശമനവും ഭാര്യാപുത്രാദി സുഖവും ബഹുമാന ലാഭവും അധികാരപ്രാപ്തിയും തൊഴിലിൽ നിന്ന് വരുമാനവും നൽകുന്നു. 12ലെ സർപ്പൻ ചിലവുകളെ സൂചിപ്പിക്കുന്നു. ശ്രദ്ധിക്കണം. ശുക്രൻ സുഖച്ചിലവുകൾക്കായിരിക്കും ചിലവുകൾ ഉണ്ടാക്കുന്നത്. ജന്മരാശ്യാധിപനായ കുജൻ 8ാം ഭാവാധിപൻ കൂടിയാണ്.
ആരോഗ്യത്തിന് പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ല. അസുഖങ്ങൾ വന്നാൽ ഉടൻ തന്നെ ചികിത്സ നടത്തണം. ഫെബ്രുവരി മാസത്തിൽ രാഹുകേതുക്കൾ ഒഴികെ മറ്റെല്ലാ ഗ്രഹങ്ങളും മേടൻ രാശിക്കാർക്ക് അനുകൂലരാണ്. മേടൻ രാശിക്കാരുടെ ഒരു ഭാഗ്യമാസമാണ് 2025 ഫെബ്രുവരി മാസം. രാഹുകേതുക്കളെ പ്രീതിപ്പെടുത്താൻ ആയില്യപൂജയും ഗണപതി ഹോമവും നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം നടത്തുക. എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.